വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ഞാനൊരു ബ്രാൻഡ് ന്യൂ ക്രോഷറ്റ് സീരീസ് തുടങ്ങാൻ പോവാണ്. സോ ഐ ടീച്ച് യു ക്രോഷറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർ കംപ്ലീറ്റ് ബിഗിനേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രോഷറ്റ് പ്രൊജക്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി വളരെ ബേസിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ടൂൾസ് വേണമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോറി ഗൈസ്, എനിക്ക് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ പേര് വീഡിയോയിൽ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹായ് ആദ്യ ജോബി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിലെ കമന്റ്സ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ അക്കൗണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ആ കുട്ടിയും ക്രോഷറ്റ് വീഡിയോസ് ചെയ്യുന്നതാണ്. എനിക്ക് കണ്ടിട്ട് നല്ല ടാലന്റഡ് ആയിട്ട് തോന്നി. സോ ഞാൻ ഇവിടെ ഒന്ന് അക്കൗണ്ട് മെൻഷൻ ചെയ്യാം. ക്രോഷറ്റ് ബൈ മിയ എന്നാണ് പേര്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ കുട്ടീനെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ക്രോഷറ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ആൻഡ് ബേസിക് തിങ് നമുക്ക് വേണ്ടത് യാണാണ്. നിങ്ങൾ ഏത് പ്രൊജക്റ്റാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള കളർ യാൺസ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളൊരു എക്സാക്ട് ബിഗിനർ ആണെങ്കിൽ ഞാൻ എപ്പോഴും അക്രിലിക് യാൺസ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അത് ചീപ്പസ്റ്റ് ഓപ്ഷനാണ്, ഈസി ടു യൂസ് ആണ്, അതുപോലെ തന്നെ നമുക്ക് ഈസിലി അവൈലബിളും ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളൊരു ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞ ആളാണെങ്കിൽ കോട്ടൺ യാൺസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ പ്രൊജക്ട്സിന് നല്ല പെർഫെക്ഷൻ കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ക്രോഷറ്റ് ഹുക്സ്. ഈ ക്രോഷറ്റ് ഹുക്സ് പല മെറ്റീരിയലിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റലിലും വരുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് മെറ്റലിൽ വരുന്നത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ആദ്യം അഫോർഡബിൾ ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് പ്ലാസ്റ്റിക് ഹുക്സ് ആണ്. അത് കഴിഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതാണ് മെറ്റൽ ഹുക്ക്. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് ഞാൻ ഫസ്റ്റ് ഒരെണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ പുതുമ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്ലാസ്റ്റിക് ഹുക്ക്, അതുപോലെ ഇതാണ് മെറ്റൽ. ഈ മെറ്റൽ ഹുക്കിൽ തന്നെ ഇവിടെ റബ്ബർ ഹാൻഡിൽ വരുന്നത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹുക്ക് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. 0.6 തൊട്ട് 30 mm വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എൻ്റെ ഇപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 2 mm, ലാർജസ്റ്റ് 10 mm ആണുള്ളത്. ഇത് നമുക്ക് സെറ്റായിട്ട് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഹുക്ക് സൈസ് വീതവും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് സിസേഴ്സ്. ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം പോലുമില്ല. എല്ലാവരുടെയും വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നത്. ദി ഫോർത്ത്, എന്നാൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ടൂളാണ് യാൺ നീഡിൽ അഥവാ ടാപ്പസ്ട്രി നീഡിൽ. ഇത് നമ്മൾ യാൺ എൻഡ്സിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ 2 പീസസിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. സെയിം നമുക്ക് സ്റ്റീലിൻ്റെയും അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ്, സ്റ്റിച്ച് മാർക്കേഴ്സ് ആൻഡ് മെഷറിംഗ് ടേപ്പ്. ഇത് ഓപ്ഷണൽ ആണ്, ബിഗിനേഴ്സിന് ഇത് വേണമെന്ന് ആവശ്യമില്ല. ഇത് നമ്മളൊരു വർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് സെയിം നമ്മുടെ സേഫ്റ്റി പിൻ പോലെ തന്നെ ഇരിക്കും. ഞാനിത് വാങ്ങിക്കുന്നതിന് മുമ്പ് സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മളെന്തെങ്കിലും ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. സോ എക്സാക്ട് ബിഗിനേഴ്സിന് ഇതിൻ്റെ ആവശ്യമില്ല. സോ ടു സമ്മറൈസ്, വെറും 4 കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. യാൺ, ഹുക്ക്, സിസേഴ്സ്, അതുപോലെ തന്നെ നീഡിൽ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹുക്കും യാണും എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ടിൽ ദെൻ ബൈ.